ഞാൻ ഹോമിയോ ഡോക്ടർ ദാസ്. സുഹൃത്തുക്കളെ, പഠന പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും സ്വഭാവ വൈകല്യങ്ങൾക്കുമാണ് ഫ്ലവർ റെമഡീസ് കൂടുതലായി നിർദ്ദേശിക്കാറുള്ളത്. ഇന്ന് ഹീതർ എന്ന ഫ്ലവർ മെഡിസിനെക്കുറിച്ച് സംസാരിക്കാം. ഹീതറിൻ്റെ പ്രത്യേകത സ്വഭാവ വൈകല്യമാണ്. എങ്ങനെയുള്ള സ്വഭാവമാണ് ഹീതറിൻ്റെതെന്ന് നമുക്ക് നോക്കാം. ഇക്കൂട്ടർ ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും മാത്രമായിരിക്കും ഇവരുടെ സംസാര വിഷയം. ഇവരുടെ കുടുംബകാര്യങ്ങളും ഇവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഇവരുടെ കുട്ടികളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുമായിരിക്കും ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് ഇവർ ഒരു കാര്യവും അന്വേഷിക്കുകയില്ല. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും സംസാരിക്കുവാൻ തുടങ്ങിയാൽ അത് തടസ്സപ്പെടുത്തി ആ സംസാരം ഇവരിലേക്ക് തന്നെ കൊണ്ടുവരുവാൻ ഇവർ ശ്രദ്ധിക്കും. നമ്മൾ തിരക്ക് പിടിച്ച് എങ്ങോട്ടെങ്കിലും പോകുവാൻ തുടങ്ങുമ്പോൾ ഇവരെ കണ്ടാൽ ഇവർ നമ്മളെ തടഞ്ഞു നിർത്തി ഇവരുടെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കും. അത് നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ടെന്നോ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെന്നോ ഇവർ ശ്രദ്ധിക്കാറേ ഇല്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നാട്ടുകാരും കൂട്ടുകാരും ഇവരെ ഒഴിവാക്കാൻ വഴിമാറി നടക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു. ഇങ്ങനെയുള്ള സ്വഭാവ വൈകല്യങ്ങൾക്കാണ് ഹീതർ എന്ന മെഡിസിൻ നിർദ്ദേശിക്കാറുള്ളത്. ഒരു ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഹോമിയോ മരുന്നുകൾ കഴിക്കുക.